ഹോമവും പൂജയും പരിഹാരങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഫലം ലഭിക്കുമോ? ഈശ്വര ആരാധന എന്ന് പറയുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വിവിധ ഭാവങ്ങളാണ് ഈ ഹോമം എന്ന് പറയുന്നതും പൂജ എന്ന് പറയുന്നതും ക്ഷേത്ര ദർശനം എന്ന് പറയുന്നതും പ്രാർത്ഥനയുമെല്ലാം. ചിലവർ പറയാറുണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം തനിയെ വന്നോളും എന്ന്. ചിലവർ പറയാറുണ്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വേറൊരു പരിഹാരവും ചെയ്യേണ്ടതില്ല എന്ന്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ ഇവർക്ക് റിസൾട്ടുകൾ കിട്ടാതെ വരുന്ന സമയത്ത് ഇവർ വീണ്ടും ഒന്നുകൂടെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്നിവർ ആലോചിക്കും. അപ്പോൾ ജപവും ഹോമവും പൂജയും ഒക്കെ നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് എത്രത്തോളം ലഭിക്കുമോ എന്നുള്ളതാണ്. ഈശ്വര ആരാധനയുടെ വിവിധ ഘട്ടങ്ങളായിട്ടുള്ളത് കൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് പ്രാർത്ഥന, ക്ഷേത്രദർശനം, ജപം, ഹോമം, നാമജപം. ഇതൊക്കെ നമുക്കറിയാം. ചിലർ പറയാറുണ്ട് ഇഷ്ടമൂർത്തി മന്ത്രം ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് ഞങ്ങൾ എന്നും നിരന്തരം ജപിക്കുന്നുണ്ട്, അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാര്യസിദ്ധി വരുന്നില്ല എങ്കിലും ഒരു 10% ഞങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ബാക്കി 90% ഞങ്ങൾക്ക് പരിഹാരങ്ങൾ ആവശ്യമാണ് എന്ന് ചിലവർ ഇങ്ങോട്ടേക്ക് പറയാറുണ്ട്. അപ്പം നമ്മുടെ പൂർവികരായ മഹർഷിമാർ, നമ്മളാരും അല്ല ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്, നമ്മുടെ പൂർവികരായിട്ടുള്ള മഹർഷിമാർ വർഷങ്ങളോളം തപസ് ചെയ്തും വർഷങ്ങളോളം അവർ ഉപാസന ചെയ്തും സാധന ചെയ്തുമൊക്കെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് പൂജ, പരിഹാരങ്ങൾ, ജപം, ഹോമം, മന്ത്രസാധനയൊക്കെ. അപ്പോൾ ക്ഷിപ്രഫലശുദ്ധിയുള്ള അനുഭവങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട്. ക്ഷിപ്രഫലസിദ്ധിയുള്ള അനുഭവങ്ങൾ പല മന്ത്രങ്ങളിൽ നിന്നും ജപങ്ങളിൽ നിന്നും ഹോമങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉപാസകനായ ഒരു വ്യക്തി തൻ്റെ ഉപാസനയുടെ ഫലമായിട്ട്, നിത്യമായിട്ട് ഉപാസനയുള്ള ഒരു വ്യക്തി ആ ഉപാസനയുടെ ഫലമായിട്ട് തൻ്റെ ഉപാസനയുടെ ഒരംശത്തെ, ഉപാസനയുടെ ഒരംശത്തെ തൻ്റെ ഉപാസക മൂർത്തിയെ കൊണ്ട് തൻ്റെ ഹോമാഗ്നിയിൽ ആവാഹിച്ചിട്ട് ദ്രവ്യ സമർപ്പണം ചെയ്യുന്നു. ഓരോ ഹോമത്തിനും ഓരോ പൂജയ്ക്കും പല തരത്തിലുള്ള ദ്രവ്യങ്ങളാണ്. എല്ലാത്തിനും ഒരേ ദ്രവ്യം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നെയ്യ് മാത്രമാണ്, സംവാദം മാത്രമാണ് ഒരേ ദ്രവ്യമായിട്ട്. പിന്നെ പല പൂജയ്ക്കും ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം തൻ്റെ ഉപാസനയുടെ ഒരംശത്തെ ഹോമാഗ്നിയിൽ ആവാഹിച്ച് ദ്രവ്യ സമർപ്പണം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്, അത് വിജയത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജപവും ഹോമവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയാണ് പണ്ട് നമ്മുടെ പഴമക്കാരായ നമ്മുടെ മഹർഷിമാരൊക്കെ ഋഷിവര്യന്മാരൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത്. ഇത് ഏറ്റവും ഗുണകരമായ രീതിയിൽ നമുക്ക് എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ജപവും ഹോമവും വളരെ ഫലസിദ്ധിയുള്ളതാണ്. ചില ഹോമങ്ങൾക്കും ചില പൂജകൾക്കും പരിഹാരങ്ങൾക്കും ഒക്കെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വരാറുമുണ്ട്. അപ്പോൾ അതുകൂടെ തന്നെയാണ് പൂജയിൽ ഏലസോ ഒക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത്. യന്ത്രവിധികൾ യഥാവിധി എഴുതി അത് ശരീരത്തിൽ പൂജ കഴിച്ച് അല്ലെങ്കിൽ ഹോമം കഴിച്ച് ആ യഥാവിധി ഏലസുകൾ ധരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് അതിൽ നിന്നും നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാകാറുണ്ട്. ദേവീ മഹാത്മ്യം, അതുപോലെ തന്നെ ദേവീ മഹാത്മ്യത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ 5-ാം അധ്യായം, 11-ാം അധ്യായം, അർഗളാസ്തോത്രം, കീലകം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടത്. അർഗളം എന്ന് പറഞ്ഞാൽ തന്നെ സാക്ഷ്യം നീക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ സാക്ഷ്യങ്ങൾ തുറന്നു വെക്കുന്നതാണ് ദേവീ മഹാത്മ്യത്തിൽ അർഗളാസ്തോത്രം ജപിക്കുന്നത് കൊണ്ട്. നിരന്തരമായിട്ട് കീലകവും അർഗളാസ്തോത്രവും കവചമൊക്കെ നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നവർക്ക് അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റും അവരുടെ ഗ്രഹത്തിൽ തന്നെ ഐശ്വര്യം വന്ന് ചേരുന്നത്. അപ്പോൾ ഈ തരത്തിൽ ദേവീ മഹാത്മ്യ പാരായണം, അഷ്ടോത്തര മന്ത്രങ്ങൾ ഉപയോഗിക്കുക, ഇവയൊക്കെ നിത്യവും ജപിക്കുന്നതും ഒക്കെ നല്ലത്. അതുകൊണ്ട് തന്നെ ജപം, ഹോമം, പരിഹാരങ്ങൾ, യന്ത്രവിധികൾ, യന്ത്രധാരണം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഫലസിദ്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് യഥാവിധി നമ്മൾ ചെയ്യാനും അതേ വിശ്വാസത്തോടെ നമ്മളതിനെ കാണാനും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ആ ഒരു ദോഷങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്.